ഫ്രണ്ട്സ് ആജറ, സഫിയ, നസീമ, സക്കീന, നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ എന്താ രസം. എന്താ ഞാൻ റിച്ചുവിന്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ. ഉമ്മ കരയായിരുന്നു ഇവിടുന്ന്, കാരണം അത്രയും ഉമ്മ പ്രയാസത്തിലാണ് ഉണ്ടായത്. നമ്മളൊരു എന്തോ തെറ്റ് ചെയ്തിട്ടേ പിന്നെ അങ്ങനെ വന്നിട്ടുള്ള ഒരാളെ പോലെയാണ് കാണുന്നത്. ഉമ്മ ആകെ ചെയ്തത് ഒരു യാത്ര പോയി. ആ യാത്ര പോയ ആ സമയത്ത് ഉണ്ടായൊരു സന്തോഷം. അപ്പൊ നമ്മുടെ മണാലിയിലേക്ക് ട്രിപ്പ് പോയ നഫീസുമ്മ ഇപ്പൊ അതാണല്ലോ പലയിടത്തെയും ചർച്ചാ വിഷയം. സംഭവം എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ ആർക്കും പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ആ രീതിയിൽ സംഭവം വൈറലായിക്കുന്നു. എന്നിരുന്നാലും സംഭവത്തെ കുറിച്ച് ചെറുതായിട്ട് ഞാനൊരു വിശദീകരണം തരാം. എന്നിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. സംഭവം ഒന്നുമില്ല, കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് നഫീസുമ്മ സ്വന്തം മകളെയും മൊത്ത് മണാലിയിലേക്ക് ട്രിപ്പ് പോയതാണ് ഒരു ഏജൻസി വഴി. അപ്പൊ അവരവിടെ വെച്ചൊരു വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങ് പോസ്റ്റ് ചെയ്തു. നമുക്ക് എന്തായാലും ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഫ്രണ്ട്സ് ആജറ, സഫിയ, നസീമ, സക്കീന, നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ എന്താ രസം. എന്താ ഞാൻ റിച്ചുവിന്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ. വന്നടി മക്കളെ. ഇതൊക്കെ നാട്ടിൽ ഈ വയസ്സാം കാലത്ത് കണ്ടില്ലേ. ഈ 55 വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞിക്കിടക്കുന്ന ഇത്ര നല്ല രസോടെ കിട്ടാനോ മക്കളെ. വന്നാളി മക്കളെ ഈ അവിടത്തേക്ക്. ഞങ്ങൾ വരുമ്പോലെ ഇനിയും ഞങ്ങൾ ഇവിടെ വരും. റിച്ചുവിന്റെ കൂടി സൂപ്പറാടി, സൂപ്പറാ. അതാണ് ഇത് കാണുന്ന ഏതൊരാളുടെ മുഖത്ത് ഒരു ചെറിയൊരു പുഞ്ചിരി വിടരും അല്ലെ. ഇത്രയും നമുക്ക് സന്തോഷം നൽകുന്ന ഒരു വീഡിയോ ആണിത്. ഈ പാതിന് മുഖം കണ്ടാൽ തന്നെ മനസ്സിലാകും എത്രത്തോളം ഈ ഉമ്മ ഈ ട്രിപ്പ് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഈ ഉമ്മ ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം എൻജോയ് ചെയ്തിട്ടുണ്ടാകും അല്ലെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം വരുന്ന ഉമ്മമാർക്കും ഇങ്ങനെ ഒരു അവസരം കിട്ടാറില്ല. ഒട്ടുമിക്ക ഉമ്മമാരുടെയും ജീവിതം എന്ന് പറയുന്നത് അവരുടെ ഭർത്താവിനും മക്കൾക്കും വേണ്ടിയിട്ട് അങ്ങ് ത്യജിച്ച് ജീവിക്കലാണ്. അങ്ങനെയുള്ള ഒരു ജീവിതത്തിനെടുക്ക് ഇങ്ങനെ ട്രിപ്പ് പോകാനുള്ള അവസരങ്ങളൊന്നും കിട്ടാറില്ല. വളരെ അപൂർവം ചില ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു അവസരമാണ് അല്ലേ. പക്ഷെ അങ്ങനെ ഒരു അവസരം അവർക്ക് കിട്ടിയപ്പോൾ അവർക്കുണ്ടായ സന്തോഷം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ്. ഇന്നും പല ഉമ്മമാരും ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ പുറത്തു പോകാൻ നന്നായി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല എന്ന് മാത്രം. എന്തോ ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നിപ്പോയി. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും നഫീസുമ്മയുടെ ഈ വീഡിയോ പലർക്കും തീരെ അങ്ങ് പിടിച്ചില്ല എന്നുള്ളതാണ്. അത് വേറെ ആർക്കും അല്ലെ ചില മതപണ്ഡിതന്മാർക്കാണ്. അങ്ങനെ അതിൽപ്പെട്ട ഒരാൾ എന്താക്കി ഈ ഉമ്മാക്കെതിരെ പ്രസംഗവുമായി രംഗത്ത് വന്നു. അതാണ് ഈ വിഷയം ഇത്രയും വിവാദമാക്കി മാറ്റിയത്. നമുക്ക് എന്തായാലും ആ ഉസ്താദിന്റെ പ്രസംഗം ഒന്ന് കേട്ടോക്കാം. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ, 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഒരു വല്യമ്മ. ഏതെങ്കിലും മൂലയിരുന്ന് സലാത്തും ദിക്റും ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. മഞ്ഞ് വാരി ഇങ്ങനെ ഇടാണ് മൂപ്പത്തി. ചിലപ്പോൾ അത് ഈ നാട്ടുകാരിനെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമില്ല. നിങ്ങൾ സംസാരിച്ചത് തന്നെ മനസ്സിലാവുന്നുണ്ട്. വ്യക്തിപരമായി നിങ്ങൾക്ക് ആരോടും വിദ്വേഷമില്ല. നിങ്ങൾക്കുള്ള വിദ്വേഷം ഒരു വിഭാഗത്തോടാണ്, സ്ത്രീ വിഭാഗത്തോട്. അവര് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നോളണം, പുറത്തിറങ്ങാൻ പാടില്ല, ട്രിപ്പ് പോകാൻ പാടില്ല എന്നൊരു ചിന്താഗതിയല്ല ഉസ്താദിന്. അപ്പൊ പിന്നെ ഒരാളോട് മാത്രം വിദ്വേഷം ഉണ്ടെന്ന് പറയാൻ പറ്റൂല. ഒരു വിഭാഗത്തോടാണ് വിദ്വേഷം. അങ്ങനെ പറയുന്നതായിരിക്കും ശരി. എന്തായാലും ഉസ്താദ് ബാക്കി പറഞ്ഞാട്ടെ. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം ഇങ്ങനെ ഇത് ഇടയ്ക്കിടയ്ക്ക് തന്നെയാണല്ലോ പറയുന്നത്. 25 വർഷം മുമ്പേ ഭർത്താവ് മരിച്ചു, 25 വർഷം മുമ്പേ ഭർത്താവ് മരിച്ചു എന്ന്. എന്ത് 25 വർഷം മുമ്പേ ഭർത്താവ് മരിച്ചെന്ന് കരുതി അവർ വീട്ടിൽ ഇങ്ങനെ കുത്തിരിക്കണോ? സലാത്ത് ചൊല്ലിയിട്ട് പുറത്തിറങ്ങാനൊന്നും പാടില്ല. ഇതൊക്കെ എന്ത് തരം ചിന്താഗതിയാണ് ഉസ്താദെ? ചിലപ്പോൾ ഉസ്താദിന്റെ വീട്ടിലുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും എന്ന് കരുതി ബാക്കിയുള്ള എല്ലാവരും എങ്ങനെ ആവണമെന്നാണോ? അല്ലെങ്കിൽ ഇനി 25 വർഷം മുമ്പേ ഭർത്താവ് മരിച്ചൊരു പെണ്ണ് ട്രിപ്പ് പോയാലെന്താ പ്രശ്നം? അല്ല അറിയാത്തോണ്ട് ചോദിക്കാം. ഇപ്പോഴും പെണ്ണുങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല, പെണ്ണുങ്ങൾ പഠിക്കാൻ പോകാൻ പാടില്ല എന്ന 15 ചിന്താഗതി നടക്കാണ് ഉസ്താദ്. അല്ല അറിയാത്തോണ്ട് ചോദിക്കുക. ഒരു മൂലക്കൽ കുത്തിരുന്ന് സ്വലാത്തും ദിക്റും ചൊല്ലാൻ മാത്രമേ ഒരു പെണ്ണ് നല്ല പെണ്ണാവുള്ളൂ. അല്ലാത്ത പെണ്ണുങ്ങളൊക്കെ മോശക്കാരാണോ? ആ രീതിയിലാണ് നിങ്ങളെ സംസാരം. ഇതൊക്കെ എന്ത് തരം ചിന്താഗതിയാണ് ഉസ്താദ്? ഇതൊക്കെ എന്താണെന്ന് അറിയോ? പുറമേ നിന്നുള്ള ആളുകൾക്ക് ഇസ്ലാമിനെ നോക്കി കളിയാക്കി ചിരിക്കാനുള്ള അവസരമാണ് ഉസ്താദ് ഉണ്ടാക്കി തരുന്നത്. ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാർ ഈ പ്രസംഗം കേൾക്കുമ്പോൾ എന്തായിരിക്കും ചിന്തിക്കുക? നിങ്ങൾ തന്നെ ഒന്ന് പറയാം. അയ്യേ ഇതാണ് ഇസ്ലാം, ഇങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഒരു ട്രിപ്പ് പോയപ്പോഴേക്കും ഇത്ര പ്രശ്നമാക്കുന്ന ഒരു മതമാണോ ഇസ്ലാം എന്നല്ലേ ചിന്തിക്കുക. കാരണം മതത്തിന്റെ വക്താവായിട്ടാണ് ഉസ്താദ് ഇങ്ങനെ സംസാരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു ബോധമെങ്കിലും വേണ്ടേ? ആരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇതൊരുവിധം പണ്ടത്തെ ഉസ്താദുമാരുടെ ഒക്കെ പ്രശ്നമാണ്. ഈ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മതപ്രസംഗ പരിപാടി എന്നൊക്കെ പറയുമ്പോൾ ഒരു കാർപ്പായം വെച്ച് കെട്ടി 1000-ഓ 2000-ഓ ആൾക്കാർ മാത്രം കേൾക്കുന്ന ഒരു പരിപാടിയായിരിക്കും. അവരൊക്കെ ഇവരെ നന്നായി വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരെന്ത് പറഞ്ഞാലും വലിയ പ്രശ്നം വരത്തില്ല. അതുകൊണ്ട് തന്നെ പല ഉസ്താദുമാർക്കും വായി തോന്നിയത് വിളിച്ചു പറഞ്ഞൊരു പ്രവണത ഉണ്ടായിരുന്നു. ചില ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ കുറിച്ച് എന്നും കുറ്റം പറച്ചിലാണ്. അവർ പ്രസംഗം തുടങ്ങുന്ന തന്നെ സ്ത്രീകളെ കുറിച്ച് 2 കുറ്റം പറഞ്ഞിട്ടായിരിക്കും. അന്ന് അതൊന്നും പ്രശ്നമല്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയല്ല. ഇന്ന് ഇതേപോലെ ഒരു പ്രസംഗം നടത്തുന്ന സമയത്ത് അത് വെറും ആ പ്രസംഗം കേൾക്കാൻ വന്ന 1000 ആൾക്കാർ മാത്രമല്ലേ കേൾക്കുക. ഇന്ന് ഒട്ടുമിക്ക ഉസ്താദുമാരുടെയും പ്രസംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യപ്പെടാറുണ്ട് അല്ലേ. എന്തിന് സോഷ്യൽ മീഡിയക്ക് വേണ്ടി വരെ പ്രസംഗിക്കുന്ന ഉസ്താദുമാരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് കാണാനുള്ള അവസരം അവിടെ ഉണ്ട് അല്ലേ. അങ്ങനെ വരുമ്പോൾ എന്താണ് ഉസ്താദ് പറയുന്ന ഓരോ കാര്യങ്ങളും ഓഡിറ്റ് ചെയ്യപ്പെടും. വലിയൊരു വിഭാഗം ആളുകൾ അതിനെ വിലയിരുത്തും.
അത് മനസ്സിലാക്കിയിട്ട് വേണം ഇന്ന് ഓരോരോ പ്രഭാഷണം നടത്താൻ. എനിക്ക് തോന്നുന്നത് ന്യൂജനായിട്ടുള്ള ഉസ്താദുമാർക്ക് അതിനെ കുറിച്ചൊക്കെ ബോധം വിവരമുണ്ട്. അതുകൊണ്ട് തന്നെ അവരവരുടെ വാക്കുകൾ നിയന്ത്രിച്ചിട്ട് തന്നെയാണ് ഇന്ന് എല്ലാ വേദിയിലും പോയി പ്രസംഗിക്കുന്നത്. പക്ഷെ പഴയ ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം പലർക്കും അതില്ല എന്നുള്ളതാണ്. ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞ മാതിരി അവർക്ക് ഇങ്ങനെ അടച്ചാക്ഷേപിച്ചു കളിയാക്കിയും ഒക്കെ പ്രസംഗിച്ച് ശീലമായി പോയി. സ്വാഭാവികമായിട്ടും അവർക്കത് പെട്ടെന്ന് മാറ്റിയെടുക്കാനും പറ്റുന്നില്ല. പിന്നെ പല ഉസ്താദുമാരും ചിന്തിക്കുന്നുമില്ല ഇത് ലക്ഷക്കണക്കിന് ആളുകൾ കാണാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ചിന്തിച്ച് ഈ ഉസ്താദ് പറഞ്ഞു പോയതാകാം. എന്തായാലും ഉസ്താദിന് വരെയുള്ള ബാക്കിയോട് കേട്ടോക്കാം. അങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമ ആവാ ഖദീജ ആവാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം. ഏതാണ് പ്രശ്നം ഉസ്താദെ? ഇവിടെ പ്രശ്നം ഉസ്താദിനാണ്. ഇതിനൊക്കെ വലിയ പ്രശ്നമായി കാണുന്ന ഉസ്താദിന്റെ കണ്ണിനാണ് പ്രശ്നം. അവര് മഞ്ഞ് വാരിട്ടത് എന്തോ വലിയ സംഭവമാക്കി കാണാൻ ഉസ്താദ്. ഒന്നും വേണ്ട ഉസ്താദ്. ഇപ്പൊ നമ്മൾ പലപ്പോഴും ചില സ്ഥലങ്ങളൊക്കെ പോകുന്ന സമയത്ത് നമ്മളതിനെ അറിയാതെ പറഞ്ഞു പോകാറില്ല. ഇതൊന്നും കാണാൻ പറ്റില്ലെങ്കിൽ, അനുഭവിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്താണ് അർത്ഥം എന്നുള്ളത്. ഞാനൊക്കെ പലപ്പോഴും പല സ്ഥലങ്ങളിൽ പോയപ്പോഴും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഉസ്താദും പറഞ്ഞിട്ടുണ്ടാകും. അതേപോലെ ഉമ്മ അൺകോൺഷ്യസ് ആയി പറഞ്ഞു പോയൊരു വാക്കാണത്. അതിനെ പിടിച്ച് ഇങ്ങനെ അലക്കേണ്ട ആവശ്യം എന്താണ്? എന്തായാലും ബാക്കി പറ. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ. അപ്പൊ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ആൾക്കാർക്ക് വിട്ടൊരു കൊട്ടു കൊടുത്തില്ലേ? വെറുതെ അല്ല ഇപ്പൊ എല്ലാരും കൂടി പിടിച്ച് ഉസ്താദിനെ ഏറി കയറ്റിയത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറി കയറ്റാതിരിക്കും. എന്തായാലും ഉസ്താദിന്റെ ഈ പ്രസംഗം വൻ വിവാദമായി മാറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. വിവാദമായതോടെ ഉസ്താദിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ പലരും രംഗത്ത് വരാൻ തുടങ്ങി. ഈ അനുകൂലിച്ച് വരുന്ന ആൾക്കാർ പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാണെങ്കിൽ ഉസ്താദ് ദീൻ പറഞ്ഞതല്ലേ, ദീനിന് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉസ്താദ് വിമർശിക്കും. അത് വിമർശിച്ചോട്ടെ, അത് നിങ്ങൾ എത്ര എതിർത്താലും വിമർശനം തുടരുന്നതാണ്. ആയിക്കോട്ടെ, നിങ്ങൾക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ വിമർശിച്ചോളി, പക്ഷെ അതിൽ സഭ്യത പുലർത്തണം. കാരണം നിങ്ങളൊരു ഉസ്താദാണ്, ദീനിന്റെ വക്താക്കളാണ്. അപ്പൊ നിങ്ങൾ പ്രസംഗിക്കുന്ന സമയത്ത് അത് വ്യക്തി അധിക്ഷേപങ്ങൾക്കും ആക്ഷേപങ്ങളിലേക്കും പോകാൻ പാടില്ല. അങ്ങനെ പോയി കഴിഞ്ഞാണെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ വെറുതെ ഇരുന്ന് പറയുന്ന പോലെ ആയിരിക്കില്ല. അത് ആ ജീവിതങ്ങളായിരിക്കും നന്നായി ബാധിക്കാൻ പോകുന്നത്. ഒരു മതപ്രാസംഗികൻ അവരുടെ മതത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ ആക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കുമ്പോൾ ആ മതം അനുസരിച്ച് വിശ്വസിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന ആ സ്ത്രീയെ നല്ല രീതിയിൽ അത് ബാധിക്കും. നഫീസുമ്മയും അത് നല്ല രീതിയിൽ ബാധിച്ചു എന്നുള്ളതാണ്. നഫീസുമ്മയുടെ മകള് അതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും കേട്ടോ. ഇന്നലെ ഇവിടെ ഞങ്ങളുടെ അടുത്തൊരു ബന്ധു മരണപ്പെട്ടിട്ട് ആ മരണപ്പെട്ട വീട്ടിൽ ഉമ്മക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം ആടെയുള്ള ആളുകൾക്ക് അറിയേണ്ടത് മരിച്ച ആളുടെ കാര്യങ്ങളല്ല. എന്ത് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞല്ലോ, ഉസ്താദ് അങ്ങനെ പറഞ്ഞല്ലോ, നിങ്ങൾ എന്താ അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് അറിയേണ്ടത്. അത് ഇന്നലെ ആ ഒരു സമയത്ത് ഉമ്മ അനുഭവിച്ചത് നമുക്ക് പറഞ്ഞ അങ്ങനെ തരേണ്ട എനിക്കറിയില്ല. ഉമ്മ കരയായിരുന്നു ഇവിടുന്ന്. കാരണം അത്രയും ഉമ്മ പ്രയാസത്തിലാണ് ഉണ്ടായത്. നമ്മളൊരു എന്തോ തെറ്റ് ചെയ്തിട്ടേ പിന്നെ അങ്ങനെ വന്നിട്ടുള്ള ഒരാളെ പോലെയാണ് കാണുന്നത്. ഉമ്മ ആകെ ചെയ്തത് ഒരു യാത്ര പോയി. ആ യാത്ര പോയ ആ സമയത്ത് ഉണ്ടായൊരു സന്തോഷം. ഉമ്മക്ക് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചോ യൂട്യൂബിനെ കുറിച്ചോ ഒന്നും അറിവുള്ള ആളല്ല. എങ്ങനെ ഇരിക്കും പാവം, അതിന് ആ സന്തോഷം ഒന്നും അറിയാതെ പങ്കുവെച്ചു പോയി. അതിനാണ് ഇപ്പൊ ഈ ഒരു ഗതികേട് വരുത്തി വെച്ചത്. എനിക്ക് എന്തായാലും ഈ പ്രസംഗിച്ച ഉസ്താദിനോട് പറയാനുള്ളത്, പറ്റുമെങ്കിലും നിങ്ങളുടെ ഉമ്മാനെ കണ്ട് പൊരുത്തം വാങ്ങിച്ചോളി. കാരണം ആ ഉമ്മ നിങ്ങൾ കാരണം ഒരു കണ്ണുനീര് പോയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പഠിച്ചവരുടെ മുമ്പിൽ നിങ്ങൾ മറുപടി വരേണ്ടി വരും. അതുകൊണ്ട് എന്റെ ഈ വീഡിയോ ഉസ്താദ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ ആ ഉമ്മാന്റെ അടുത്ത് പോയി പൊരുത്തം വാങ്ങിച്ചോളൂ. എന്തായാലും അന്ന് മണാലിയിലെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വൈറലായ സാഹചര്യത്തിൽ ഉമ്മ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഉമ്മ എന്തായാലും അങ്ങോട്ട് കേട്ടോക്കാം. ഇന്ന് വരെ ഞാൻ പ്രതീക്ഷിക്കില്ല ഞാനിങ്ങനെ മണാലി പോകുമെന്നും ഒരു യാത്ര ചെയ്യുമെന്നും നിങ്ങളൊക്കെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ എനിക്ക് സംസാരിക്കാൻ കഴിയുമെന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. 16 വയസ്സ് പോലെയാണ് ഞാൻ നടത്തുന്നത്. നമ്മൾ 10 സെന്റ് 2 സെന്റ് വീട്ടിട്ടാലും വേണ്ടിയില്ല ഇങ്ങനത്തെ ഒരു യാത്ര ചെയ്യണം. ഓക്കെ, അതാണ് അത്രയും സന്തോഷവതിയായിരുന്നു അല്ലേ? ഇപ്പൊ അമ്മമാരുടെ അവസ്ഥ നോക്കി, പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ആക്കിയെന്ന് വേണം പറയാൻ. ഇസ്ലാമിൽ എവിടെയും യാത്ര പോകരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഷാഫിമാമിന്റെ വരികളിൽ തന്നെ ഉണ്ടല്ലോ, യാത്ര ചെയ്യുന്ന ആളുകളുടെ മനസ്സ് ഒഴുകുന്ന നദികൾ പോലെയും യാത്ര ചെയ്യാത്തവരുടെ മനസ്സ് കെട്ടിക്കിടക്കുന്ന ചാലുകൾ പോലെയുമാണ്. ചിലപ്പോൾ ഈ ഉസ്താദ് ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് ലീവായി പോയി കാണും, അതായിരിക്കും വിട്ടത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ നഫീസുമ്മയുടെ മകള് തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയൊരു കുറിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം കൂടി വായിച്ച് ബോറടിപ്പിക്കുന്നില്ല. പക്ഷെ അതിലൊരു പ്രസക്ത ഭാഗം നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞാനൊന്ന് വായിച്ചുതരാം. ഉസ്താദ് പറഞ്ഞ പോലെ 10-24 കൊല്ലത്തോളം എൻ്റെ ഉമ്മ ജീവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറത്തെ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. എല്ലാ കൂലിവേലകളും ചെയ്തിട്ടുണ്ട്. താൻ പൂർണ്ണ ഗർഭിണിയായ ദിവസം, അതായത് എന്നെ പ്രസവിക്കുന്ന അന്ന് പോലും എൻ്റെ ഉമ്മ ഞങ്ങളുടെ വിശപ്പടക്കാൻ വീട് പണി നടക്കുന്ന സമയത്ത് പണിക്കാർക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാനുമായി എൻ്റെ ഉമ്മക്ക് പോവേണ്ടി വന്നിട്ടുണ്ട്. ഒരു സ്ത്രീ വിധവയാകുമ്പോൾ അവൾ കടന്നു പോകുന്ന സാഹചര്യം ഈ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. 3 പെൺമക്കളെയും കാഴ്ച നഷ്ടപ്പെട്ട് നടക്കാൻ കഴിയാത്ത ഉമ്മയെയും വൃദ്ധരായ ബാപ്പയും ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഭക്ഷണം കൊടുക്കാൻ സാധിച്ചെങ്കിലും ഓർത്ത് വീടുകൾ തോറും കൈ നീട്ടേണ്ടി വന്നൊരു പെണ്ണിന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആയുഷിന്റെ പകുതിയോളം കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച എൻ്റെ ഉമ്മ ഇന്നൊന്ന് യാത്ര ചെയ്തു പോയതാണ് നിങ്ങൾ കണ്ട കൊടും പാപം. ഇതിലൊന്നും പറയാൻ വാക്കുകളില്ല. അത്രയും മനസ്സിൽ തട്ടിയാണ് ഈ മകൾ ഉമ്മാക്ക് വേണ്ടി പ്രതികരിച്ചത്. എങ്കിലും ഇങ്ങനെയുള്ള മക്കളെ കിട്ടുക എന്ന് പറയുന്നതിന് വലിയ ഭാഗ്യമാണ് അല്ലേ? ഈ പ്രായത്തിലേക്ക് ആര് കൊണ്ടുപോകും? ഉമ്മമാരെയും മണാലിയിലും മറ്റുമൊക്കെ അങ്ങനെ കൊണ്ടുപോകാൻ തന്നെ വേണം മനസ്സ്. ആ മനസ്സ് കാണിച്ച് ഈ മക്കൾക്ക് എത്ര സല്യൂട്ട് നൽകിയാലും മതിയാവില്ല. അവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുമ്പോൾ എന്ത് പറയാനാണ്?
ഞാൻ ഇതിനൊക്കെ. പണ്ടത്തെ പോലെ എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന സാഹചര്യമല്ല ഇന്നത്തേത്. പണ്ട് എന്ത് പറഞ്ഞാലും ഉസ്താദല്ലേ തിരിച്ചൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളുകൾ മിണ്ടാതിരിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല, പ്രതികരിക്കാൻ കെൽപ്പുള്ള സമൂഹമാണ്. ഉസ്താദല്ല ആര് പറഞ്ഞാലും തെറ്റെന്ന് തോന്നിക്കഴിഞ്ഞാണെങ്കിൽ ഇന്നത്തെ സമൂഹം പ്രതികരിക്കും. അത് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ വേദികളിലും വന്ന് പ്രസംഗിക്കാൻ. ഇല്ലെങ്കിൽ ഇതൊക്കെ ആയി പോകും അവസ്ഥ. പ്രത്യേകിച്ച് ഇവിടെ ഒന്നും പറയല്ലേ. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്. പുറത്തൊരു ടോപ്പിക്കുമായി കാണാം.